എന്താ മുത്തശ്ശിക്കൊരു ചിരി? ഒന്നുമില്ല. കിരണിന്റെ കാര്യത്തിലുള്ള ഒരു പ്രത്യേക താല്പര്യം കണ്ട് ചിരിച്ചതാ. ഒരു പ്രത്യേകതയില്ല. കിരണിന്റെ സ്ഥാനത്ത് ആരായാലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ നീ എന്നോട് കള്ളൊന്നും പറയണ്ട. എന്റെ മോൾ അവനോട് കാണിക്കുന്ന താല്പര്യം കൂടുതൽ ഞാനും ശ്രദ്ധിക്കാറുണ്ട്. ദേ മുത്തശ്ശി, വെറുതെ ഓരോന്ന് പറയല്ലേ. എനിക്ക് ആരോടും ഒരു പ്രത്യേക താല്പര്യമില്ല. അല്ല, അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അവനോട് പ്രത്യേകത തോന്നിയാലും അതിലൊരു തെറ്റുമില്ല. നല്ല പയ്യനല്ലേ കിരൺ? മുത്തശ്ശി ഇത് എന്തൊക്കെയാ പറയുന്നേ? ദേ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ചെറിയമ്മ കേക്കണ്ട. അടി പിടിക്കണ്ട മോളെ, എടുത്തു മാറ്റി വെക്ക്. ഞാൻ ഈ പായസം കിരണിന് കൊടുത്തിട്ട് വരാം. ചെല്ല് ചെല്ല് ചെല്ല്. അല്ല, ബർത്ത്ഡേക്കാരന് മാത്രമേ പായസമുള്ളോ? എനിക്കും കുടിക്കാലോ അല്ലേ? പിന്നെന്താ, ആവശ്യത്തിനുള്ള പായസം അവിടെ ഇരിപ്പുണ്ട്. മുത്തശ്ശി എടുത്ത് കുടിച്ചോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കുടിച്ചോളാമേ. എന്തായത്? ഹാപ്പി ബർത്ത്ഡേ കിരൺ. കിരണിന്റെ ബർത്ത്ഡേക്ക് എന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. പായസം. ഇതാണോ ചെറിയ ഗിഫ്റ്റ്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റായത്. ഒരു ഗ്ലാസ് പായസത്തിന് ഇത്രയൊക്കെ ഹൈപ്പ് വേണോ കിരൺ? ദുർഗയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. സ്വന്തമായി ആരുമില്ലാത്ത എന്നെ പോലൊരാൾക്ക് ബർത്ത്ഡേ ദിവസം കിട്ടുന്ന ഈ ഒരു സമ്മാനത്തിന് ഒരുപാട് വിലയുണ്ട്. ഇതിൽ ദുർഗയുടെ സ്നേഹവും സമയവും കരുതലും എല്ലാം ഉണ്ട്. പായസം കുടിക്ക. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. താൻ വാ. ഇരിക്കെ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറ. എന്താ കിരൺ, എന്താ കാര്യം? അത് വേണ്ട, ആദ്യം താൻ പറയേ. എന്താ തനിക്ക് പറയാനുള്ളത്? ഞാനല്ല, കിരൺ വേണോ ആദ്യം പറയാൻ. ഇന്ന് കിരണിന്റെ സ്പെഷ്യൽ ദിവസമല്ലേ? ഇല്ല, അത് പറ്റില്ല. ലേഡീസ് ഫസ്റ്റ്. താൻ തന്നെ പറയാ, എന്നിട്ട് ഞാൻ പറയാം. ശരി, ഞാൻ പറയാം. ഇന്ന് നാളെ എന്റെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. ചെറിയമ്മ ഒരു പയ്യനെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് താനെന്ത് പറഞ്ഞു? ഈ കാര്യത്തില് ഞാൻ എന്ത് പറയാനാ കിരൺ? ചെറിയമ്മ അച്ഛനും തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, എന്നാലും കിരണിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. എന്റെ കല്യാണം കഴിഞ്ഞ ഞാൻ ഇങ്ങനെ ജോലിക്ക് വരുമെന്നല്ലേ കിരണിപ്പ ചിന്തിക്കുന്നേ? എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ ജോലി കളയില്ല കിരൺ. എന്റെ അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കാൻ എന്റെ മുന്നിലുള്ള ഒരേ ഒരു വഴി ഈ ജോലി മാത്ര. അതുകൊണ്ട് ഇപ്പൊ എങ്ങനെയാണോ ഈ വീട്ടിൽ ആരും അറിയാതെ ഞാൻ ജോലിക്ക് വരുന്നത്, അതേപോലെ തന്നെ കല്യാണത്തിന് ശേഷവും വരും. അല്ല, കിരണിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതെന്താ? അതൊന്നുമില്ല ദുർഗേ. കള്ളം പറയാതെ കിരൺ, എന്താ കാര്യം പറ. ഇതെന്താ കിരൺ? നോക്കട്ടെ, ഇങ്ങത്താ നോക്കട്ടെ. ഹായ്, നല്ല സാരി. ഇത് എനിക്കാണോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതെന്റെ അമ്മയുടെ സാരിയാ, തനിക്ക് തരാന്ന് കരുതി. താങ്ക് യു കിരൺ, താങ്ക് യു സോ മച്ച്.
കിരണിന്റെ അമ്മയുടെ സാരി എനിക്ക് തരാൻ തോന്നിയല്ലോ. നമുക്കൊരു ബർത്ത്ഡേ സെൽഫി എടുത്താലോ? ഒന്നിങ്ങി വാ മാഷേ. ഒന്ന് ചിരിക്കേ. എന്നാ ശരി, ഞാൻ പോട്ടെ. കിരൺ, എനിക്ക് ഒരുപാട് ഇഷ്ടായി. ഈ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടായി. ഇത് ഞാൻ എന്നും നിധി പോലെ സൂക്ഷിക്കും. ഞാൻ താഴേക്ക് ചെല്ലട്ടെ? അല്ല, കിരൺ പായസം കുടിക്കേ. മുത്തശ്ശി, പായസം കുടിച്ചോ? ഓ, അടിപൊളി, സൂപ്പർ. അല്ല, ഇതെന്താ? ഇതെനിക്ക് കിരൺ തന്നതാ മുത്തശ്ശി. ബർത്ത്ഡേക്കാരനെ കാണാൻ പോയ നിനക്ക് അവൻ ഗിഫ്റ്റ് തന്നോ? കൊള്ളാലോ, കാണട്ടെ. ഇതെന്താ മൊത്തത്തിലൊരു തലതിരിവ്? മുത്തശ്ശി, കൂടുതലൊന്നും ആലോചിച്ച് കൂട്ടണ്ട. ഇത് കിരണിന്റെ അമ്മയുടെ സാരിയാ. അമ്മയുടെ സാരി? അമ്മയുടെ സാരിയോ? സ്വന്തം അമ്മയുടെ സാരി നിനക്ക് തരണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ. മുത്തശ്ശി, വേണ്ട, വെറുതെ ഓരോന്ന് പറയണ്ട. കിരൺ എനിക്ക് നല്ലൊരു ഫ്രണ്ട് മാത്രം, അല്ലാതെ ഒന്നുമില്ല. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. ഞാനും കിരണും കൂടി ബർത്ത്ഡേ സെൽഫി എടുത്തായിരുന്നു. ഞാനത് കാണിച്ചു തരാവേ. വാ നോക്കട്ടെ. കൊള്ളോ? സെൽഫി എടുത്തോ? ആ, ഇത് കൊള്ളാലോ. നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ച. മുത്തശ്ശി, ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അവന്റെ ബർത്ത്ഡേക്ക് ഇവക്ക് ഗിഫ്റ്റോ? അത് ശരിയല്ലല്ലോ. ഇന്നിതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പൂർണിമ ചേച്ചിയല്ലേ? അതെ, ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതേക്ക് വരൂ, ഇരിക്ക്. എന്റെ പേര് പൂജ. ഞാനും പൃഥ്വിയും തമ്മില് കുറെ നാളായി അടുപ്പത്തിലാണ്. പൃഥ്വി ഇപ്പൊ എന്നെ അവോയ്ഡ് ചെയ്യാ. പൃഥ്വിയെ പോലെ ഒരാൾക്ക് ഈ പ്രായത്തിൽ ഇത്തരം ചില ഇൻഫാക്ച്വേഷൻസ് തോന്നുന്നത് സാധാരണമല്ലേ? അങ്ങനെ അല്ല ചേച്ചി, എനിക്ക് പൃഥ്വിയെ മറക്കാൻ സാധിക്കില്ല. അതൊക്കെ ഇപ്പൊ തോന്നുന്നതല്ലേ പൂജ? നാളെ ഇതെല്ലാം മറന്ന് പൂജയും മറ്റൊരു ജീവിതത്തിലേക്ക് പോവും. കുട്ടി, പൃഥ്വിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് അവൻ ഈ റിലേഷനിൽ നിന്ന് പിന്മാറുന്നത്. ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, എനിക്ക് പൃഥ്വിയെ എന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല. ഞാൻ പ്രഗ്നന്റാ. നീ പറഞ്ഞ സത്യാണോ ആശി? അതെ, ഞാൻ നേരിട്ട് കേട്ട കാര്യമാ. ഗിഫ്റ്റ് വാങ്ങി വന്ന് അവിടെ മുത്തശ്ശിയോട് പറയുമ്പോ എല്ലാം ഞാൻ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ ഇത് നല്ലൊരു അവസരാശി, നമുക്കിത് യൂസ് ചെയ്യണം. അത് തന്നെ എന്റെയും പ്ലാൻ. പിന്നെ എന്തിനാ ഇത്ര ലേറ്റ് ആക്കുന്നേ? നമുക്ക് ഈ കാര്യം എത്രയും പെട്ടെന്ന് അമ്മയോടും ആന്റിയോടും പറയാം. ബാക്കി അവർ നോക്കിക്കോളും. വാ. അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഇത് നമുക്ക് തന്നെ ഡീൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മുടെയൊക്കെ മുന്നിൽ അവളുടെ മിണ്ടാപ്പൂച്ച കളിച്ചുള്ള നടപ്പ് ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. പൂർണിമ, എന്തിനാ എല്ലാരെയും വരാൻ പറഞ്ഞേ? പറയാം. ഇതാരാ മോളെ? അതാ എനിക്കും അറിയണ്ടേ. അതറിയാനാ നിങ്ങളെല്ലാരും വിളിച്ചു വരുത്തിയത്. എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് ഓർക്കുന്നില്ല. നീ കാര്യം പറ പൂർണിമേ. അത് പറയേണ്ടത് ഞാനല്ല. പിന്നെ ഞങ്ങൾക്കാർക്കും അവളെ അറിയില്ല. നിനക്കും അറിയില്ലേ പൃഥ്വി? ഞാൻ എന്താ നീ ഒന്നും മിണ്ടാത്തത്?
ഇതാരാണെന്ന് നീ തന്നെ എല്ലാരോടും പറ. ചേച്ചി എനിക്കിവിടെ അറിയില്ല. നുണ പറയല്ലേ പൃഥ്വി, എന്നെ നിനക്കറിയില്ലേ? എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ആ ഇന്ന് വരെ ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കാത്ത കാര്യങ്ങളാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നെ. ഈ പെൺകുട്ടി പൃഥ്വിയുടെ കാമുകയാണെന്ന് പറഞ്ഞാ വന്നിരിക്കുന്നെ. അയ്യോ ചേച്ചി, അയ്യോ അതാണോ കാര്യം? നീ ഇതൊക്കെ വിശ്വസിച്ചോ? ഇതൊക്കെ ഇവളുടെ അടവാ. കാശുള്ള വീട്ടിലെ ആൺകുട്ടികളുടെ മേൽ അപവാദം പറഞ്ഞുകൊണ്ട് കേറി വരും. പണം മാത്രമാണ് ഇവറ്റകളുടെ ലക്ഷ്യം. പണത്തിന് വേണ്ടി ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് പറയോ? നോ, അയ്യോ ഇതൊക്കെ വെറും നുണയാ. ഞാൻ ഇവളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല. ഇങ്ങനെയൊന്നും പറയരുത് പൃഥ്വി, നിന്റെ കുഞ്ഞാ എന്റെ വയറ്റിലുള്ളത്. വാട്ട്? കുഞ്ഞു? അയ്യോ, ചേച്ചി ചേച്ചി ഇതൊന്നും വിശ്വസിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കിതിന്റെ സത്യം അറിഞ്ഞേ പറ്റൂ. നുണ പറയുന്നത് ആരായാലും ഞാനത് കണ്ടുപിടിക്കും. ഞാൻ ഏതായാലും പോലീസിനെ വിളിക്കാം. അത് വേണ്ട മോളെ. പോലീസിലൊക്കെ അറിയിച്ച അതിന്റെയൊക്കെ നാണക്കേട് നമുക്ക് തന്നെയല്ലേ? എനിക്കിതിന്റെ സത്യം അറിഞ്ഞേ പറ്റും. തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഹലോ, പോലീസ് സ്റ്റേഷൻ. നിക്ക്, നിന്റെ കയ്യിലെന്താ? നിക്ക്, ചോദിച്ച കേട്ടില്ലേ? എന്താ നീ ഒളിച്ചു പിടിച്ചിരിക്കുന്നേ? അവളുടെ കയ്യിൽ എന്താണെങ്കിലും നിങ്ങൾക്കെന്താ? നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തരാൻ നിൽക്കുന്നേ? അതെന്താ മുത്തശ്ശി അങ്ങനെ പറയുന്നേ? ഈ വീടിനകത്ത് ഒരാൾ സാധനം മറച്ചു പിടിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഞങ്ങൾ അറിയണ്ടേ? ഓ, ഇനി എവിടെന്നെങ്കിലും കട്ടോണ്ട് വന്നതാണെങ്കിലോ? നിങ്ങൾ നിങ്ങളെ കാര്യം നോക്ക്. മോളെ, നീ ആത്തോട്ട് പോ. ഇവള് മറച്ചു വെച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാതെ ഞങ്ങൾ വിടില്ല. മര്യാദയ്ക്ക് നീ കാണിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കാം. അമ്മ ചോദിച്ചാ നീ കാണിക്കോ ഇല്ലയോന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. വിളിക്കണ്ട, ഞാൻ കാണിക്കാം. ഇതൊരു സാരിയാ. ഇതേതാ ഈ സാരി? അതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ നിന്നോടാ ചോദിച്ചത്. ഈ സാരി നിനക്ക് എവിടുന്നാ കിട്ടിയേ? അത് പറയടി. ആഷി, നിർത്ത്, മതി. മറച്ചു വെച്ചത് എന്താണെന്ന് കാണണമെന്ന് പറഞ്ഞു. അത് കാണിച്ചില്ലേ? ഇനി കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും വേണ്ട. ഇത് എവിടുന്ന് കിട്ടിയതായാലും നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു ഇല്ലാന്ന്? ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താ അത് മേടിച്ചോണ്ട് ഈ വീട്ടിലേക്ക് വന്നാ അതെങ്ങനെ ശരിയാവും? അഷി, ഈ സാരി കിരൺ തന്നതാ. ഓ, അപ്പോ നമ്മള് കരുതിയത് ശരിയാശി. എന്ത് ശരിയാണെന്നാ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങളുടെ കൊച്ചുമോളും ആ കിരണും തമ്മിൽ നടത്തുന്ന പ്രേമനാടകത്തിന്റെ കാര്യം പറയുന്നേ. ദേ, മര്യാദക്ക് സംസാരിക്കണം. ദുർഗ നിന്റെ ചേച്ചിയാ, അത് മറക്കരുത്. പ്രായം കൊണ്ട് മൂത്തതായ മാത്രം ചേച്ചി ആവില്ല. പിന്നെ ചേച്ചിയാണെന്ന് ബഹുമാനം കിട്ടണമെങ്കിലേ ആ രീതിക്ക് നടക്കണം. അല്ലാതെ കണ്ടവന്മാരുടെ കയ്യിൽ നിന്ന് സാരി മേടിച്ച് കൂത്തടിച്ച് നടക്കുവല്ല വേണ്ടത്. അഷി, അല്ല, ഇവള് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളീ കാണിക്കുന്നതേ ഇവളുടെ അമ്മയുടെ സ്വഭാവ. അമ്മ വേലി ചാടിയ മകള് മതില് ചാടുവല്ലോ. നീ എന്തു പറഞ്ഞടി? മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി വേണ്ട, വേണ്ട മുത്തശ്ശി, മുത്തശ്ശി തോന്നിയാസം പറയുന്നു. വേണ്ട, ഇങ്ങനെ വന്നേ. ഇനി മേലാൽ ഇവളുടെ അമ്മയെ പറ്റി നീ എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നോളി ഞാനാ. വന്നേ, വേണ്ട, ഞാൻ പറയുന്നേക്ക മുത്തശ്ശി, വേണ്ട. അവളകത്തുണ്ട് സാർ, വരും. സാർ, ഇതാ ഞാൻ പറഞ്ഞ പെൺകുട്ടി. മാഡം, ഇവിടെ എനിക്കറിയാം. നീ പൂജയല്ലടി. ചോദിച്ചത് കേട്ടില്ലടി. അതെ മാഡം, ഇവളൊരു ഫ്രോഡാ. ആ ആ മാഡം, ഇവൾക്കെതിരെ ഒരുപാട് തട്ടിപ്പ് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ അറിയില്ലെന്ന്. അതെ, പാവം എന്റെ മോൻ. കുറച്ച് സമയം കൊണ്ട് ഇവളീ വീട്ടിലുണ്ടാക്കിയ ടെൻഷൻ ചെറുതൊന്നും അല്ല സർ.
ഇവളെ വെറുതെ വിടരുത്. മാഡം വിഷമിക്കണ്ട. ഇവളുമാരെ പോലുള്ളവർക്കൊന്നും നിയമത്തിന്റെ ഓരോ ആനുകൂല്യങ്ങളും കിട്ടാൻ പാടില്ല. അത് ഞാൻ നോക്കിക്കോളാം. സർ, ഇന്ന് തന്നെ റിട്ടേൺ കംപ്ലൈന്റ് സ്റ്റേഷനിൽ എത്തിച്ചേക്കാം. ഓക്കെ, ഇവിടെ ഞാൻ കൊണ്ടുപോവാ. ശരി സർ. ഇവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. വാടി ഇങ്ങോട്ട്. നടക്കടി. പാവ എന്റെ മോൻ. എല്ലാവരും കൂടി വെറുതെ അവനെ സംശയിച്ചു. സംശയിക്കുന്നതിൽ എന്താ തെറ്റ്? അത്തരം പെരുമാറ്റമല്ലേ അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി പൃഥ്വിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അല്ലേ മോനെ? നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് പറയുവാ, നിന്റെ വിവാഹം ഉടനെ ഉണ്ടാവും. അതുകൊണ്ട് ഇനി മേലാൽ ഒരു റിലേഷനിലും പോയി ചാടരുത്. ഇനി ഒരു പ്രശ്നം നിന്റെ പേരിൽ ഉണ്ടായ അനുജനാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. പിന്നെ നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഇല്ല ചേച്ചി, എന്നെ വിശ്വസിക്കാം. എന്താ ഇവിടെ നടക്കുന്നേ? എന്റെ മോളെ തല്ലിയത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഇവിടെന്താ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയോ? കിരൺ ദുർഗയ്ക്ക് സാരി കൊടുത്ത് എന്തിനാന്ന് ഞാൻ ചോദിച്ചു. അതിനാ ഈ മുത്തശ്ശിനെ തല്ലിയത്. ഞാൻ ചോദിച്ചത് അത്ര വലിയ തെറ്റാണോ അമ്മേ? അല്ല, ഒരിക്കലും അല്ല. ഇവൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു വന്നാ ഇവിടെ ആരും അത് ചോദിക്കാനും പറയാനും പാടില്ല. ദുർഗ ചെയ്ത തെറ്റിന് അമ്മ എന്തിനാ എന്റെ മോളെ തല്ലിയത്? നീ വെറുതെ എഴുതാപ്പുറം വായിക്കാൻ നിക്കല്ലേ വസുമതി. നിന്റെ മോള് മര്യാദയില്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടാ ഞാൻ തല്ലിയത്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നാക്കിന് എല്ലില്ലാന്ന് കരുതി എന്തും വിളിച്ചു പറയാൻ തുടങ്ങിയാ ചിലപ്പോ അടി കിട്ടിയെന്നിരിക്കും. അഷിത മോൾ അങ്ങനെ ആവശ്യമില്ലാത്തൊന്നും പറയില്ല. ആഹാ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സത്യം എന്തെങ്കിലും ഉണ്ടാവും. ഓ, അമ്മയ്ക്ക് ഇത്രയ്ക്ക് പൊള്ളാൻ മാത്രം അഷിത എന്താ പറഞ്ഞത്? ദുർഗ ഇവളുടെ ചേച്ചിയല്ലേ? ആ ബഹുമാനം കൊടുക്കാതെ വായി തോന്നിയ രീതിയിൽ സംസാരിച്ചു. അത് ഞാൻ ക്ഷമിച്ചാലും ജയശ്രീയെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യം ഇവൾക്കില്ലല്ലോ. ഉണ്ടോ? അതും കൂടി ചേർത്താ കൊടുത്തത്. തെറ്റ് ചെയ്താ ശിക്ഷിക്കണം, അല്ലാതെ കൊഞ്ചിക്കല്ല വേണ്ടത്. അതിന് നീയൊക്കെ കൂടി എന്നെ കടിച്ചു കീറാൻ വന്നാ ഞാൻ നിന്ന് തരുന്നു നീ കരുതണ്ട. മുത്തശ്ശിയല്ലേ തല്ലിയത്? അതിത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. മുത്തശ്ശിയല്ലടാ തല്ലിയത്. തല്ലുകൊണ്ട നിനക്കല്ലല്ലോ. വേദന എടുത്ത ആൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. എല്ലാത്തിനും കാരണം ഇവിടെ ഒറ്റ ഒരുക്കിയാ. തൊട്ടുപോകരുത്. എല്ലാം ചെയ്തു വെച്ചിട്ട് മിണ്ടാൻ നിൽക്കുന്ന കണ്ടില്ലേ? പറയടി, അവൻ എന്തിനാ നിനക്ക് സാരി തന്നെ പറയാൻ? ഇന്ന് കിരണിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് സമ്മാനമായി കിരണിന്റെ അമ്മയുടെ സാരി തന്നത്. അവന്റെ ബർത്ത്ഡേക്ക് അവൻ എന്തിനാ നിനക്ക് സാരി തരുന്നേ? അത് തന്നെയാ ഞാനും ചോദിച്ചത്. നിന്റെ തള്ളയായിട്ട് ആവശ്യത്തിൽ കൂടുതൽ ചീത്തപ്പേര് കുടുംബത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ടാണോ നീയും തുടങ്ങിയിരിക്കുന്നത്? വസുമതി, ഒന്ന് നിർത്ത്. നിർത്തിയിട്ട് എന്തിനാ? നിങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങളാ ഞാനിപ്പോ ചോദിച്ചോണ്ടിരിക്കുന്നെ. അത് മനസ്സിലാക്കാതെ സംസാരിക്കല്ലേ. അമ്മ, ഈ ദുർഗയുടെ പോക്ക് ശരിയല്ല. ഇവളും കിരണും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ എങ്ങനെ ഒരു സാരി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അഷിതേ, വെറുതെ ഇല്ലാത്തത് പറയരുത്. കിരൺ എന്റെ നല്ലൊരു ഫ്രണ്ട് മാത്ര. ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല. പെണ്ണുങ്ങളുടെ പേരിൽ ആണുങ്ങളുടെ നമ്പർ സേവ് ചെയ്യുന്നതും ഒളിച്ചും പാത്ത് നിന്ന് കോൾ ചെയ്യുന്നതൊന്നും ഞാനല്ല. ഇവളുടെ ഫോൺ വാങ്ങി ചെക്ക് ചെയ്ത് നോക്കിയാ അപ്പൊ കാണാം അതിൽ എന്തൊക്കെയുണ്ടെന്ന്. എന്റെ ഫോണിങ് താടി. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. ഇതൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അടിച്ചിന്റെ കാരണം ഞാൻ പൊട്ടിക്കും. ഒരക്ഷരം വേണ്ടി പോരുന്നു. നിന്ന് കണ്ണു പിടിക്കാതെ ഫോൺ താടി. കണ്ടോ കൊച്ചുമോളുടെ ലീലാവിലാസങ്ങൾ? കണ്ടോ? കണ്ടോ ഉത്തമപുത്രിയുടെ സ്വഭാവ മഹിമ?
പൊളിറ്റിക്കലി ഇൻകറക്റ്റ് നോക്ക്. എന്താടി ഇത്? എന്താ ഒന്നും മിണ്ടാ നിക്കുന്നേ? പറയടി, എന്താ ഇത്? ഇതിലിപ്പോ എന്താ? ഇത് വെറുതെ എടുത്ത സെൽഫിയാ. ഇന്ന് കിരണിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആ സന്തോഷത്തില് സംസാരിച്ചപ്പോ വെറുതെ എടുത്തേ ഉള്ളൂ. തമ്മിൽ ഒരു ബന്ധമില്ലാതെ ആരെങ്കിലും ഇങ്ങനെ ഇളിച്ചോണ്ട് ഒന്നിച്ചൊന്ന് ഫോട്ടോ എടുക്കോ? ഹോ, നീ തീരെ ശരിയല്ല ദുർഗെ. ചെറിയമ്മേ, വസുമതി, അനാവശ്യം പറയരുത്. എന്റെ മോള് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും അവൾ തെറ്റായ വഴിയിൽ പോവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു ഫോട്ടോ എടുത്തതിന് ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ അഷിത ചേച്ചിയുടെ അഞ്ജന ചേച്ചിയുടെ ഫോൺ എടുത്ത് നോക്കിയാലും ഇതുപോലെ പല ഫോട്ടോസും കാണാൻ പറ്റും. എന്ന് കരുതി അവരൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നാണോ? ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള സെൽഫീസ് ഒക്കെ എന്റെ ഫോണിലും കാണാൻ പറ്റും എന്ന് കരുതി. ശരി, സമ്മതിച്ചു. ആ ഫോട്ടോ വെറുതെ എടുത്താണെങ്കിൽ കിരണുമായി ഇവക്ക് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ കിരൺ കൊടുത്ത ഈ സാരി ഇവള് വലിച്ചെറിയട്ടെ. ഇതെന്റെ അമ്മയുടെ സാരിയാ.